നമസ്കാരം. രാവണൻ കാലനോട് യുദ്ധം ചെയ്ത കഥ കേട്ടാലോ? ഇത് കുട്ടിപ്പുരാണം. പുരാണത്തിലെ കുട്ടി കുട്ടി കഥകൾ പറയുന്ന കുട്ടിപ്പുരാണം. കേട്ടുനോക്കൂ. എല്ലാ രാജാക്കന്മാരെയും ജയിച്ചുവെന്ന സന്തോഷത്തിൽ രാവണൻ ലങ്കയിൽ കഴിയുമ്പോൾ ഒരു ദിവസം നാരദൻ ലങ്കയിലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, പരമശിവന്റെ ഭക്തനായ നിന്നെ കാണണമെന്ന് കുറേ നാളായി വിചാരിക്കുന്നു. ഇന്നാണതിന് യോഗം വന്നത്. ഒരുപാട് സന്തോഷമായി. നിന്റെ നല്ലതിനായി ഞാനൊരു കാര്യം പറയട്ടെ. നീ ഭൂമിയിലുള്ള പല രാജാക്കന്മാരെയും യുദ്ധത്തിൽ വധിച്ചു എന്നതുകൊണ്ട് നിന്റെ കീർത്തി വർദ്ധിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? മനുഷ്യരെല്ലാവരും മരണമുള്ളവരല്ലേ? അസുഖങ്ങൾ കൊണ്ടും മറ്റും മരിച്ചു പോകുമായിരുന്ന മനുഷ്യരെ കൊന്നാൽ നിന്റെ കീർത്തി എങ്ങനെ വർദ്ധിക്കും? അത് കേട്ടപ്പോൾ രാവണൻ പറഞ്ഞു, ശരിയാണ് താങ്കൾ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഞാനിനി പാതാള ലോകത്ത് ചെന്ന് സർപ്പരാജൻ തുടങ്ങിയവരെ യുദ്ധത്തിൽ ജയിച്ച് ദേവലോകത്ത് ചെന്ന് ദേവന്മാരെയും ജയിക്കും. അപ്പോൾ നാരദൻ പറഞ്ഞു, നിനക്കത് സാധിക്കും. എന്നാൽ നീ ഏതു വഴിക്കാണ് പാതാള ലോകത്തേക്ക് പോകുന്നത്? കാലപുരിയുടെ അരികെയാണ് പാതാളത്തിലേക്കുള്ള വഴി. അതിലേ പോകാൻ യമൻ സമ്മതിക്കുകയുമില്ല. പിന്നെ എന്താണൊരു മാർഗം എന്നാലോചിക്കണം. നാരദൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് അഹങ്കാരത്തോടെ രാവണൻ പറഞ്ഞു, അങ്ങ് പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എങ്കിലിനി യമനെ ജയിച്ചിട്ട് തന്നെ കാര്യം. ഇനിയൊരു നല്ല യുദ്ധം കാണാമെന്ന് മനസ്സിൽ വിചാരിച്ച് നാരദൻ പോയത് യമപുരിയിലേക്കാണ്. നാരദനെ യഥാവിധി പൂജിച്ചിരുത്തി യമദേവൻ 3 ലോകങ്ങളിലെയും വിശേഷങ്ങൾ അന്വേഷിച്ചു. എന്താണിപ്പോൾ ഞാൻ പറയുക? ഒരു കാര്യം കേട്ടു ഞാൻ. അത് താങ്കളോട് പറയാനാണ് ഞാൻ വേഗത്തിൽ ഇങ്ങോട്ടേക്ക് വന്നത്. ഇന്നുവരെ കേട്ടുകേൾവിയില്ലാത്ത അത്ഭുതമാണ്. അന്തകനെ പോരിൽ ജയിക്കണമെന്ന് പറഞ്ഞ് രാവണൻ ഇവിടേക്ക് വരുന്നുണ്ട്. കാലൻ്റെ ദണ്ട് കൊണ്ടാൽ എല്ലാവരും മരിക്കുമെന്നാണല്ലോ പറയാറ്. നിജസ്ഥിതി ഇന്നറിയാമെന്നും പറഞ്ഞാണ് പുറപ്പാട് എന്ന് നാരദൻ പറഞ്ഞു. പറഞ്ഞുകൊണ്ടിരിക്കെ ആകാശത്ത് പുഷ്പക വിമാനം കാണായി. രാവണന്റെ വരവ് കണ്ട് യമദേവനും സൈന്യത്തെ വിളിച്ചുകൂട്ടി. യമപുരിയിലെത്തിയ രാവണൻ പലതരത്തിലുള്ള നരകങ്ങൾ കണ്ടു. നരകങ്ങളിൽ കിടക്കുന്ന പാപികളെ കണ്ട് അലിവ് തോന്നി രാവണൻ അവരെ അതിൽ നിന്നും കരയേറ്റാൻ ശ്രമിച്ചു. അതുകണ്ട്, ആരടാ ഇവൻ? യമരാജന്റെ ആജ്ഞയെ ലംഘിക്കുന്നവൻ, നമ്മൾ ചെന്ന് കൊണ്ടുപോരാതെ നമ്മുടെ രാജ്യത്തേക്ക് വന്നവൻ എന്ന് വിചാരിച്ച് യമകിങ്കരന്മാർ പോരിന് ചെന്നു. രാക്ഷസന്മാർ യമകിങ്കരന്മാരെ തടഞ്ഞു. രാവണനും സേനയും യമകിങ്കരന്മാരുമായി ഏറ്റുമുട്ടി. തൻ്റെ സേനയുടെ വിനാശം കണ്ട് യമദേവൻ കാലദണ്ഡും ധരിച്ച് യുദ്ധത്തിനായി പുറപ്പെട്ടു. യമദേവന്റെ വരവ് കണ്ട് രാവണനൊഴികെ മറ്റുള്ള രാക്ഷസന്മാർ ഓടിയൊളിച്ചു. കാലനും രാവണനും ഏറ്റുമുട്ടി. 7 രാവും പകലും അവർ യുദ്ധം ചെയ്തു. അവസാനം യമദേവൻ തൻ്റെ മഹാദണ്ഡ് പ്രയോഗിക്കാൻ ഒരുങ്ങിയപ്പോൾ ബ്രഹ്മദേവൻ വന്ന് യമനെ തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അങ്ങ് ദണ്ഡുകൊണ്ട് സ്പർശിച്ച് ഞാൻ നൽകിയ വരം ഖണ്ഡിക്കരുത്. ദേവകളാൽ മരണമുണ്ടാകില്ല എന്നൊരു വരം ഞാൻ രാവണനും, കാലദണ്ഡിനാൽ സ്പർശിച്ചാൽ എല്ലാവരും മരിക്കുമെന്നൊരു വരം അങ്ങേക്കും നൽകിയിട്ടുണ്ട്. അങ്ങിത് ചെയ്താൽ ഇതിലൊന്ന് തെറ്റായി മാറും. അതുകൊണ്ട് അങ്ങ് അന്തഃപുരത്തിലേക്ക് മടങ്ങിപ്പോയാലും. ഇത് കേട്ട് പിതാമഹനായ ബ്രഹ്മദേവനെയും മറ്റ് ദേവന്മാരെയും നാരദനെയും എല്ലാം വണങ്ങി യമരാജൻ അന്തഃപുരത്തിലേക്ക് മടങ്ങി. താൻ കാലനെ ജയിച്ചുവെന്ന് മനസ്സിൽ കരുതി അഹങ്കാരത്തോടെ രാവണൻ അവിടെ നിന്നും യാത്രയായി.